ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. മക്കളെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ. ഈ ചാപ്റ്റർ എന്നായിരിക്കും ഏറ്റവും കൂടുതൽ മാപ്പ് ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾക്ക് വരികയാണെങ്കിൽ അവിടുന്ന് ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നുള്ള നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മാപ്പിൽ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യനുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗവുമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ മക്കൾ റെഡിയാണോടാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ശരിക്കും നമുക്ക് 6 ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹിമാലയൻ മൗണ്ടെയ്ൻസ് എന്ന് പറയും, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൻ റീജിയൻ. ബോത്ത് ആർ സെയിം ആണ് കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നതും ഹിമാലയൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഏതാണെന്നല്ലേ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് അതിന് തൊട്ട് താഴെ കിടക്കുന്ന നോർത്ത് ഇന്ത്യ പ്ലെയിൻ. അത് കഴിഞ്ഞാൽ മൂന്നാമത്താണ് പെനിൻസുലാസ് പ്ലാറ്റോ എന്ന് പറയുന്ന ഭാഗം. നാലാമത്താണ് ഇന്ത്യൻ ഡെസേർട്ട് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കോസ്റ്റൽ പ്ലെയിൻ ആണ്. ആറാമത്തെ ഐലൻഡ്സുകളാണ്. ഇങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിവൈഡ് ചെയ്ത് കിടക്കുന്നത്. അതിൽ ഓരോന്നിനെയും നമുക്ക് ഈ ഒരു മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. മാപ്പ് ശ്രദ്ധിച്ച് നോക്കണേ. ഞാനിത് ഇതിനെ സൂം ചെയ്തു. ഇന്ത്യയുടെ ഏറ്റവും മുകൾ ഭാഗമാണ്. ഇവിടെ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ പോയിന്റ് കണ്ടോ മക്കളെ? ഈ ഒരു ഭാഗത്തെ മൊത്തമായിട്ടാണ് നമ്മൾ വിളിക്കുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറയുന്നത്, ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നോർത്തേൺ മൗണ്ടൻ റീജിയൻ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഭാഗം മൊത്തമായിട്ട് മാർക്ക് ചെയ്യണം. മാത്രമല്ല ഈ നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമുക്ക് വി ക്യാൻ ഡിവൈഡ് ഇൻ ടു 3. നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്താണ് ട്രാൻസ് ഹിമാലയ ഈസ്റ്റേൺ ഹൈലൻഡ്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, അതിനെ ഒന്നും കൂടെ നമ്മൾ മാറ്റി പറയാം. അപ്പൊ ഹിമാലയത്തിന്റെ ഭാഗത്തിലേക്ക് മാത്രം വരികയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ഹിമാചൽ ശിവാലിക് എന്ന് മാത്രമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് മാത്രമായി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് 3 ഹിമാചൽ ശിവാലിക്കും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ ഹിമാചൽ ശിവാലിക് എങ്ങനെയാ മാർക്ക് ചെയ്യുന്ന മക്കളെ? ഞാൻ ഈ വരക്കുന്ന ലൈന് നിങ്ങൾ കാണുന്നില്ലേടാ? ഈ ലൈൻ കാണുന്നില്ല? ഇവിടെ ഹിമാദ്രി വരയ്ക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ നമ്മുടെ നേപ്പാളിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മുടെ മൗണ്ട് എവറസ്റ്റ് ഒക്കെ വരുന്ന ഭാഗമാണ്. സോ അതുകൊണ്ട് തന്നെ മുകളിൽ വരക്കുന്ന ഈ ലൈനെ വിളിക്കുന്ന പേരാണ് ഹിമാദ്രി എന്ന് പറയും. അതിന് തൊട്ട് താഴെ വരച്ചാൽ ഇതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അതിന് തൊട്ട് താഴെയുള്ളതാണ് ശിവാലിക്. അപ്പൊ പേരുകൾ ഓർഡർ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. കമന്റ് ചെയ്തൊക്കെ ഹിമാദ്രി, ഹിമാചൽ, ആ പേര് അങ്ങനെ തന്നെ പഠിച്ചു. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അപ്പൊ ഏറ്റവും മുകളിൽ ഉണ്ടാവുക ഹിമാദ്രി ആണ്, തൊട്ട് താഴെ ഹിമാചലാണ്, അതിനും തൊട്ട് താഴെ ശിവാലിക് ആണ്. സോ ഫസ്റ്റ് തിങ് ഈസ് ഓവർ. നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിന്റെ ഡീറ്റെയിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, പറഞ്ഞിട്ട് തരാം. അത് കഴിഞ്ഞിട്ട് മതിയോ ബാക്കിയുള്ളത്? യെസ്, അത് കഴിഞ്ഞിട്ട് മതി അല്ലെ ബാക്കിയുള്ള കാര്യത്തിലേക്ക്. സോ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിലും കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. ഞാനത് ഏറ്റവും ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടില്ല. ഹിമാദ്രിയെ ഇറ്റ്സ് ആൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയ. മാത്രമല്ല വേറെയും പേരുണ്ട്, ഇന്നർ ഹിമാലയ. അപ്പൊ 3 പേരുകൾ ആരുണ്ട്? ഹിമാദ്രി ഉണ്ട്. ഹിമാദ്രിക്ക് 2 പേരുകൾ, എക്സ്ട്രാ 2 പേരുകളും ഹിമാദ്രി എന്നുള്ള പേരുണ്ടായതുകൊണ്ട് 3 പേരുകൾ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാ? ഗ്രേറ്റർ ഹിമാലയ എന്നും ഇന്നർ ഹിമാലയ എന്നും വിളിക്കുന്ന ഹിമാദ്രിയെ തന്നെയാണ്. ഇറ്റ് മോസ്റ്റ് കണ്ടിന്യൂസ് റേഞ്ച് കൺസിസ്റ്റ് ഇൻ ദ ലോവസ്റ്റ് പീക്ക് വിത്ത് ദ ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 6000 meters. 6000 മീറ്റർ, 6000 meters ആവറേജ് ആൾട്ടിറ്റ്യൂഡ് വരുന്ന ഒരുപാട് മൗണ്ടൻസുകൾ കിടക്കുന്ന ഒരു ഭാഗമാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഓൾ പ്രൊമിനന്റ് ഹിമാലയൻ പീക്ക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും വരുന്നത് എവിടെയാ? ഹിമാദ്രിയിലാണ്. ഫോർ എക്സാമ്പിൾ മൗണ്ട് എവറസ്റ്റ്. എവറസ്റ്റ് അറിയാലോ, ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അതെവിടെയാണുള്ളത്? ഇന്ത്യയിലാണോ? നേപ്പാളിലുള്ളത്. അത് ഹിമാദ്രിയുടെ ഭാഗമായിട്ട് വരുന്നത്. അത് കഴിഞ്ഞാൽ ഹിമാദ്രി കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് ആര് പറഞ്ഞു? ഹിമാചൽ പറഞ്ഞു. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ്, ഇത് മിഡിലാണ് കിടക്കുന്നത്. സോ മിഡിൽ ഹിമാലയ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓർ ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കുന്ന പേര് ലെസ്സർ ഹിമാലയ എന്ന് വിളിക്കാറുള്ളത്. ആവറേജ് ആൾട്ടിറ്റ്യൂഡ് 3700 to 4500 meters ആണ് നമുക്ക് ആവറേജ് ആൾട്ടിറ്റ്യൂഡ് വരുന്നത്. അതിന്റെ വീതി വരുന്നത് 50 kilometers വീതി ഇതിന് വരുന്നുണ്ട്. While the Pir Panchal range form the longest and most important range, and the Dauladhar and the Mahabharat range are as a prominent one. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഒന്ന് പീർ പാഞ്ചൽ എന്ന് പറയുന്നത്, ദോലദാർ എന്ന് പറയുന്നത്, മഹാഭാരത് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. എന്നാൽ ശിവാലിക്കിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ശിവാലിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഔട്ടർ ഹിമാലയ എന്ന് വിളിക്കാറുള്ളത്. These ranges are composed by unconsolidated sediments brought down by the rivers from the main Himalayan ranges located the further north. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഹിമാലയത്തിൽ നിന്ന് പ്രധാനപ്പെട്ട റിവേഴ്സുകളുണ്ട്. ഹിമാലയത്തിൽ നിന്ന് വരുന്ന റിവേഴ്സുകളും കൂടെ തന്നെ പഠിച്ചു വെച്ചോ. ഹിമാലയത്തിൽ നിന്ന് 3 റിവേഴ്സുകളാണ് വരുന്നത്. അവയാണ് ഇൻഡസ്. കൂടെ തന്നെ പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ടോപ്പിക് മൊത്തമായിട്ട് നമ്മൾ ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുക. ഒറ്റ വീഡിയോയുടെ ഉള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഹിമാലയത്തിലെ റിവേഴ്സുകളാണ്. ഒന്ന് ഇൻഡസ്, അതുപോലെ തന്നെ ഗംഗ, അതുപോലെ ബ്രഹ്മപുത്ര. മറക്കാതിരിക്കാൻ വേണ്ടി കോഡ് തരട്ടെ, നിങ്ങൾ കോഡ് ബിഗ് എന്ന് പഠിച്ചു വെച്ചാൽ മതി.
ബിഗ് എന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ, ഇവയാണ് 3 ഹിമാലയൻ റിവേഴ്സ്. ഈ 3 ഹിമാലയത്തിന്റെ സെഡിമെന്റ്സുകളൊക്കെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശിവാലിക് റേഞ്ച് ആക്ച്വലി ഉണ്ടായിട്ടുള്ളത്. സോ നമ്മൾ ഫസ്റ്റിലെ ഭാഗം അവിടെ ക്ലിയർ ആക്കി. അപ്പോൾ ഫസ്റ്റിലെ ഭാഗം നമുക്ക് എന്ത് ചെയ്തു, അവിടെ സെറ്റ് ആക്കി. നമ്മൾ എന്ത് ചെയ്തു, നോർത്തേൺ മൗണ്ടൻ റീജിയൻ നമ്മൾ പഠിച്ചു, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കിന്റെ ഡീറ്റെയിലുകൾ നമ്മൾ പഠിച്ചു. അതിന് ഫുൾ ഡീറ്റെയിലുകൾ പഠിച്ചു വെക്കണം. എന്നാൽ അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. ഈ ഹിമാലയത്തിൽ നിന്ന് വരുന്ന ഈ ഒരു ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചർ നടക്കുന്ന, കൃഷി നടക്കുന്ന സ്ഥലമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. സോ ദ മോസ്റ്റ് എന്താണ്, നമ്മൾ അഗ്രികൾച്ചർ നടക്കുന്ന സ്ഥലമാണ്. മാത്രമല്ല ഡെൻസിലി പോപ്പുലേറ്റഡ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള, ജനസംഖ്യയുള്ള സ്ഥലവുമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. സോ അവിടെ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്, അഗ്രികൾച്ചർ നടക്കുന്നുണ്ട്. ഈ കൾട്ടിവേഷൻ നടക്കാനുള്ള കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള 3 നമ്മൾ പറഞ്ഞല്ലോ, ഏതൊക്കെയാ, ബ്രഹ്മപുത്ര, ഇൻഡസ്, ഗംഗ ഉണ്ടല്ലോ, അവയുടെ എല്ലാം ട്രിബ്യൂട്ടറീസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് ഏറ്റവും കൂടുതലായിട്ട് കൾട്ടിവേഷൻ നടക്കുന്നത്. അതുപോലെ ഫെർട്ടിൽ സോയിലാണ്, അലൂവിയൽ സോയിലുകൾ ധാരാളമായിട്ട് കിടക്കുന്ന ഭാഗമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെറായി തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. നമുക്ക് അപ്പോഴേക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നോർത്തേൺ പ്ലെയിൻ എന്നാണ് പറയാറുള്ളത്. അത് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ വരുന്ന ഭാഗമാണ് പെനിൻസുലാസ് പ്ലാറ്റ്യൂ എന്ന് വിളിക്കും. അത് ഏതാ ഭാഗം എന്ന് അറിയോ, ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് പെനിൻസുലാസ് പ്ലാറ്റ്യൂ എന്ന് വിളിക്കുക. പ്ലാറ്റ്യൂ എന്ന് വിളിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കുറച്ച് ഉയർന്നു കിടക്കുന്ന സ്ഥലം എന്നാണ് ആക്ച്വലി പ്ലാറ്റ്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെനിൻസുലാർ എന്ന് പറഞ്ഞാൽ 3 areas ആർ സറൗണ്ടഡ് ബൈ ദ വാട്ടർ ആൻഡ് 1 area ഈസ് കവേർഡ് ബൈ ദ ലാൻഡ്. 3 ഏരിയ വെള്ളത്താൽ കവർ ചെയ്തിട്ട് 1 ഏരിയ ലാൻഡിനാൽ കവർ ചെയ്ത സ്ഥലത്തെയാണ് പെനിൻസുലാസ് എന്ന് വിളിക്കുക. സോ ഈ ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് പെനിൻസുലാസ് പ്ലാറ്റ്യൂ എന്ന് വിളിക്കുക. ഇവിടെയാണെങ്കിൽ ഡെക്കാൻ പ്ലാറ്റ്യൂ ഉണ്ട്, ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന ഇതിനെയാണ് ആക്ച്വലി ഡെക്കാൻ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുക. ഇവിടെ മാൽവ പ്ലാറ്റ്യൂ ഉണ്ട്, ഇവിടെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ഉണ്ട്. കാണുന്നുണ്ടല്ലോ മക്കൾ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ വരുന്നത്, ഇവിടെയാണ് മാൽവ പ്ലാറ്റ്യൂ വരുന്നത്. ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് ആര് വരുന്നത്, ഡെക്കാൻ പ്ലാറ്റ്യൂ ആക്ച്വലി വരുന്നത്. ഓക്കെ. കൂടാതെ തന്നെ ഇനി നമ്മൾ പഠിക്കേണ്ടതാണ്, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഡെസേർട്ട് ഉണ്ട്. അതെവിടെയാണ് വരുന്നത്, താഴെയല്ല മുകളിലേക്കാണ്. എവിടെയാണ്, ഇവിടെയാണ് ഇന്ത്യയുടെ ഗ്രേറ്റ് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ രാജസ്ഥാന്റെ ഭാഗത്തായിട്ട് കിടക്കുന്ന ഭാഗമാണ് ഇന്ത്യയുടെ ഡെസേർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഡെസേർട്ട് ഈസ് നോൺ ആസ് താർ ഡെസേർട്ട്. താർ ഡെസേർട്ട് എന്ന് പറഞ്ഞ ഡെസേർട്ട് അവിടെ വരുന്നുണ്ട്. ഈ താർ ഡെസേർട്ട് ക്രിയേറ്റഡ് ആവാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, താർ ഡെസേർട്ടിന്റെ ഒരു ബൗണ്ടറി ഒക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് ആരവല്ലി എന്ന് പറയുന്ന മൗണ്ടെയിൻ. ദിസ് ഈസ് ആരവല്ലി. കാരണം ഈ ആരവല്ലി എന്ന് പറയുന്ന മൗണ്ടെയിൻ ഇല്ലായിരുന്നു എങ്കിൽ ആ താർ ഡെസേർട്ട് ആക്ച്വലി ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം ആരവല്ലി ഉണ്ടായത് കൊണ്ട്, ആരവല്ലി എന്താണ്, ഈ മൺസൂൺ റെയിൻ ഉണ്ടല്ലോ, നമ്മുടെ മഴയുണ്ടല്ലോ, ആ മഴയെ ബ്ലോക്ക് ചെയ്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വെള്ളമൊന്നും കിട്ടാതെ എന്ത് ചെയ്യാണ്, അത് ഡെസേർട്ട് ആയിട്ട് മാറിയത്. സോ ഇവിടെയുള്ള ഒരു മൗണ്ടെയിനാണ് ആരവല്ലി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഇതാണ് വിന്ധ്യ എന്ന് പറയുന്ന മൗണ്ടെയിൻ ആണ്. ഇത് സത്പുര എന്ന് പറയുന്ന മൗണ്ടെയിൻ ആട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മൗണ്ടെയിൻസുകളാണ് വിന്ധ്യ, സത്പുര എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ താഴേക്ക് വരാം. നമ്മൾ ഡെസേർട്ടും കഴിഞ്ഞു. നമ്മൾ താഴെ വരുന്ന സമയത്ത് നമുക്ക് കോസ്റ്റൽ പ്ലെയിൻ ഉണ്ട്, അഥവാ തീരപ്രദേശങ്ങൾ നമുക്ക് വരുന്നുണ്ട്. തീരപ്രദേശങ്ങൾ ഏതൊക്കെയാ, ഇന്ത്യയുടെ ഈ ഒരു ഭാഗം, അഥവാ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തും തീരമാണ്, ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗത്തും തീരമാണ്. അത് തന്നെയാ പേര്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ കിഴക്കൻ തീരസമതലം. നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും അതുപോലെ തന്നെ ഇതാണ് ഇതാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, അതുപോലെ തന്നെ ഇതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അങ്ങനെ 2 കോസ്റ്റൽ പ്ലെയിനുകളും ആക്ച്വലി നമുക്ക് വരുന്നുണ്ട്. ഇവിടെ അല്ലെങ്കിൽ നമുക്ക് അറേബ്യൻ സീ ആണ് വരുന്നത്, ഇവിടെയാണ് ബേ ഓഫ് ബംഗാൾ ആണ്. ഇതിനിടയിൽ വരുന്ന ഇയാളുണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റേൺ ഗാർഡ്സ് എന്നാ വിളിക്കുക. നമ്മുടെ കേരളത്തിലൂടെ ഒക്കെ പാസ് ചെയ്യുന്ന മലകളുണ്ടല്ലോ, അതിനെ വിളിക്കാം നമ്മൾ. വയനാട്ടിലൂടെയും മൂന്നാറിലൂടെയും ഇടുക്കിയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് കാണുന്ന മലകളുണ്ടല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് എ വെസ്റ്റേൺ ഗാർഡ്സ്. അത് വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. മലയാളത്തിൽ ചിലപ്പോൾ മക്കൾ പത്രം വായിക്കുന്ന സമയത്ത് മക്കൾ മലയാളത്തിലായിരിക്കും കേട്ടുക പശ്ചിമഘട്ടം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് സെയിം. ഇത് വെസ്റ്റേൺ ഗാർഡ്സിനെയാണ് പശ്ചിമഘട്ടം എന്ന് വിളിക്കാറുള്ളത്. അതേസമയം ഈ ഭാഗത്തുള്ളതാണ് ഈസ്റ്റേൺ ഗാർഡ്സ് എന്ന് വിളിക്കും. സോ ഇതിനിടയിലുള്ള ഭാഗമാണ് എന്ത് വിളിക്കുക, നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻ, തീരസമതലങ്ങൾ വരുന്നത്. മാത്രമല്ല ഏറ്റവും അവസാനമായിട്ട് ഇന്ത്യക്ക് 2 ഐലൻഡുകളുണ്ട്. ഒന്ന് അറേബ്യൻ സീലും രണ്ടാമത്തെ ബേ ഓഫ് ബംഗാളുമായിട്ടാണ് 2 ഐലൻഡ്സുകൾ വരുന്നത്. ബേ ഓഫ് ബംഗാളിലുള്ള ഐലൻഡ് ആണ് ദിസ് വൺ, ആൻഡമാൻ നിക്കോബാർസ്. ആൻഡമാൻ നിക്കോബാർസ് ആണ് ബേ ഓഫ് ബംഗാൾ വരുന്ന ഐലൻഡ്. അതേസമയം നമ്മൾ അറേബ്യൻ സീയിൽ വരുന്ന ഐലൻഡ് ഏതാണോ, ദാറ്റ് ഈസ് ലക്ഷദ്വീപ്. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മുഴുവനായിട്ട് പഠിക്കാനുള്ളത്. സോ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു മാപ്പിന്റെ ഉള്ളിൽ വെച്ച്, ഈ ഒരു മാപ്പ് മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്റർ മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ 1 ഷോട്ട് റിവിഷനുകളും റിവിഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയില്ലേ, ഇത് വെച്ചിട്ട് വേണം മക്കൾ പഠിച്ചു തുടങ്ങാൻ. സോ ഇതുപോലത്തെ ഓരോ ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് വേണം മക്കളെ, വേണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കമന്റ് ചെയ്താൽ മതി. സോ ഐ വിൽ ബി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ. ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.